ഷാലോമിൽ കൂടി അമ്മ കിളി കൂട്ടിൽ വന്ന കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ഷാലോമിൽ കൂടി വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെരുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. പ്രതിസന്ധികളില്ലാത്ത ജീവിതമില്ല, പരാജയങ്ങൾ നേരിടാത്ത വ്യക്തികളില്ല. ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ മുറിച്ചു മാറ്റാൻ സാധിക്കാത്ത ഭാഗങ്ങളാണ്. ഇവയോടൊക്കെ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തോട് നമുക്ക് പറയാൻ സാധിക്കണം, ഓ പ്രശ്നമേ, നിന്നേക്കാൾ വലിയൊരു ദൈവം എനിക്കുണ്ട് എന്ന്. അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളിൽ തളരാതെ ആത്മവിശ്വാസത്തോടെ നമ്മളെ താങ്ങി നിർത്താൻ കഴിവുള്ള ഒന്നാണ് വചനം, അല്ലെങ്കിൽ വചനത്തിന്റെ ശക്തി എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഈ പ്രോഗ്രാം ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് പേർക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ സഹായകരമാകുന്ന രീതിയിലാണ് നമ്മുടെ ഓരോ ടീമുകളും വചനം പഠിച്ച് അത് മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും നമുക്കിവിടെ മത്സരത്തിൽ പങ്കെടുക്കാൻ 3 ടീമുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായി ടീം മിഖായേൽ. ജിഷ സന്തോഷ്, കുപ്പായക്കോട് ഇടവകയിൽ നിന്ന്. ലിൻസി അഭിലാഷ്, കുപ്പായക്കോട് ഇടവക. ഇവരെ സഹായിക്കാൻ ഇവരുടെ സപ്പോർട്ടിംഗ് ടീമും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ടീം മിഖായേലിനെയും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം റാഫേൽ. ഞാൻ ഷീല റോബിറ്റ്, സെന്റ് തെരേസാസ് ചർച്ച്, പശുക്കടവ്. ഞാൻ സിന്ധു സെബാസ്റ്റ്യൻ, സെന്റ് തെരേസ ചർച്ച്, പശുക്കടവ്. ടീം റാഫേലിനെയും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ മൂന്നാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം ഗബ്രിയേൽ. ഞാൻ ഷീന, കരികണ്ടംപാറ ഇടവക. ഞാൻ ബിജി, കരികണ്ടൻപാറ ഇടവക. കരികണ്ടംപാറ ഇടവകയിലെ ടീം ഗബ്രിയേലിനെയും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏതൊരു ക്വിസ് പ്രോഗ്രാമിന്റെയും വിജയം എന്ന് പറയുന്നത് അതിന്റെ ക്വിസ് മാസ്റ്ററുടേതു കൂടിയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ക്വിസ് മാസ്റ്റർ നമുക്കെല്ലാം സുപരിചിതനായ നമ്മുടെ പ്രിയപ്പെട്ട അജി അച്ഛൻ. ഏറ്റവും സ്നേഹത്തോടെ അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒന്നാം ഘട്ടം വിജയകരമായി പൂർത്തീകരിച്ച് രണ്ടാം ഘട്ടത്തിലേക്ക് ആവേശത്തോടും പ്രതീക്ഷയോടും കൂടെ വന്നിരിക്കുന്ന ടീം മിഖായേൽ, ടീം റാഫേൽ, ടീം ഗബ്രിയേൽ, സപ്പോർട്ടിംഗ് ടീം, ഏവർക്കും വിജയാശംസകൾ. 3 ടീമും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എങ്കിലും 2 ടീമുകൾക്ക് മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു ടീം മറ്റ് 2 ടീമുകൾക്ക് വാതിൽ തുറന്നുകൊടുത്ത് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി പിൻവാങ്ങേണ്ടി വരും. അത് ഈ മത്സരത്തിൻ്റെ പ്രത്യേകതകളിൽ ഒന്ന് മാത്രമാണ്. എല്ലാ ക്വിസ് മത്സരവും അങ്ങനെ തന്നെ. ആദ്യ റൗണ്ട് വചനം തിരുവചനം റൗണ്ടാണ്. വചനം തിരുവചനം റൗണ്ടിൽ ഓരോ ടീമിനോടും 2 ചോദ്യങ്ങൾ. ആദ്യ ചോദ്യത്തിന് ശേഷം ഒരു ഉപചോദ്യം. ആദ്യ ചോദ്യത്തിന് 30 മാർക്ക്, രണ്ടാമത്തെ ചോദ്യത്തിന് 10, ആകെ 40 മാർക്കുകൾ. ടീമിന് ശരി ഉത്തരം അറിയില്ലെങ്കിൽ സപ്പോർട്ടിംഗ് ടീമിന് ശരി ഉത്തരം പറഞ്ഞ് സഹായിക്കാവുന്നതാണ്. പകുതി മാർക്കുകൾ ടീമിന് വേണ്ടി നേടിയെടുക്കാം.
സപ്പോർട്ടിംഗ് ടീം പരാജയപ്പെട്ടാൽ തൊട്ടടുത്ത ടീമിലേക്ക് ചോദ്യം പാസ് ചെയ്യപ്പെടും. ആ ടീമിനും ശരി ഉത്തരം പറയാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത ടീമിലേക്ക്. ശരി ഉത്തരം പറഞ്ഞാൽ പകുതി മാർക്കുകൾ. ഓരോ ടീമിനും ആദ്യ ചോദ്യത്തിന് 30 സെക്കൻഡ്, പാസ് ചെയ്തു വരുമ്പോൾ 10 സെക്കൻഡുകൾ മാത്രം. ശ്രദ്ധിക്കുക. ആദ്യ ചോദ്യം ടീം മിഖായലിനോടാണ്. ഞാൻ ഒരു തിരുവചനത്തിന്റെ പകുതി പറയാം, ബാക്കി നിങ്ങൾ കൂട്ടിച്ചേർക്കണം. അവൻ യേശു കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. ബാക്കി നിങ്ങൾ പൂരിപ്പിക്കുക. അവരോട് അവന് അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റങ്ങളെ പോലെയായിരുന്നു. പൂർത്തീകരിച്ചോളൂ. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് യേശുവിന് അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റങ്ങളെ പോലെയായിരുന്നു. കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ ആയിരുന്നു. ടീം മിഖായലിന് 30 മാർക്കുകൾ ലഭിക്കുന്നു. ഉത്തരം ശരിയാണ്. 30 മാർക്കുകൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം 10 മാർക്കിന്റെ ചോദ്യമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏത് പുസ്തകത്തിലാണ് ഈ തിരുവചന ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്? പുസ്തകമേത്, അധ്യായമേത്, വാക്യമേത്? വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം. ബാക്കി മറന്നുപോയി. പറയാമോ? പറഞ്ഞോളൂ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 7-ാം വാക്യം. 7-ാം തിരുവചനം. 8-ാം അധ്യായം 7-ാം തിരുവചനം. ടീം മിഖായേൽ പറഞ്ഞ ഉത്തരം തെറ്റാണ്. തെറ്റായ ഉത്തരമാണ്. ശരിയായ ഉത്തരം പറഞ്ഞ് ടീം മിഖായേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനെ സഹായിക്കാം. ശരി ഉത്തരം പറഞ്ഞാൽ പകുതി മാർക്ക് ലഭിക്കുന്നതാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 5 മുതലുള്ള വചനങ്ങൾ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ എന്നാണ് ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനെ സഹായിക്കാൻ സാധിച്ചില്ല. ഉത്തരം തെറ്റാണ്. ചോദ്യം പാസ് ചെയ്യപ്പെടുന്നു ടീം റാഫേലിലേക്ക്. ശരിയായ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് പോയിന്റുകൾ ലഭിക്കുന്നതാണ്. 6-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. 6-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. ഉത്തരം തെറ്റാണ്. ടീം ഗബ്രിയേൽ 10 സെക്കൻഡുകൾ മാത്രം. 6-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങൾ. അങ്ങനെ പറഞ്ഞാൽ പറ്റിയല്ല. കൃത്യം വാക്യം പറ. 36-ാം തിരുവചനം. ഉത്തരത്തിനോട് വളരെ അടുത്ത് വന്നെങ്കിലും ഉത്തരം തെറ്റിപ്പോയി. 6-ാം അധ്യായം 34-ാം തിരുവചനമാണ്. 34. ക്വിസ് മാസ്റ്റർക്ക് 5 മാർക്കുകൾ കിട്ടുന്നു. 2-ാം റൗണ്ടിൽ പ്രവേശിച്ചപ്പോൾ 2-ാം ഘട്ടത്തിൽ ക്വിസ് മാസ്റ്റർക്ക് പോയിന്റുകൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ മിക്കവാറും എല്ലാ ചോദ്യങ്ങളും ടീമുകൾ തന്നെയായിരുന്നു നേടിയെടുത്തുകൊണ്ടിരുന്നത്. ആദ്യ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യത്തിൽ ടീം മിഖായേൽ 30 പോയിന്റുകൾ കരസ്ഥമാക്കുന്നു. ക്വിസ് മാസ്റ്റർ 5 പോയിന്റ്. അടുത്തത് ചോദ്യം ടീം റാഫേലിനോടാണ്. ഞാൻ തിരുവചനത്തിന്റെ ആദ്യ ഭാഗം പറയാം, ബാക്കി നിങ്ങൾ പറയേണ്ടതാണ്. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ പൂരിപ്പിക്കും. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ കഴിയുകയില്ല. അത് ഹൃദയത്തിൽ നിന്ന്. ബാക്കി തിരുവചനത്തിന്റെ ബാക്കി പറയുക. അത് ഉദരത്തിലേക്ക് പ്രവേശിച്ച് വിസർജിക്കപ്പെടുന്നു. അത്രയൊന്നും പോകേണ്ട കാര്യമില്ല. ഈ തിരുവചനത്തിന്റെ തൊട്ടടുത്ത വാക്യമാണ് പറയേണ്ടത്. ഈ തിരുവചനത്തോട് ചേർന്ന് പറയുക. ഇനി പറ്റുകയില്ല. ആദ്യം ചെയ്യേണ്ടതായിരുന്നു. സമയം കഴിഞ്ഞിരിക്കുന്നു. ശരിയായ ഉത്തരം പറഞ്ഞ് സപ്പോർട്ടിംഗ് ടീമിനെ സഹായിക്കാവുന്നതാണ്. യെസ്. ഒരുവന്റെ ഉള്ളിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം എന്നിവ പുറപ്പെടുന്നത്. ഉത്തരം
ശരിയാകുന്നില്ല. ഉത്തരം തെറ്റാണ്. ടീം ഗബ്രിയേലിലേക്ക് ചോദ്യം പാസ് ചെയ്യപ്പെടുന്നു. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ തുടർന്ന് പറയുക. ഒന്നിനും കഴിയുകയില്ല. ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. സമയം കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ടീം ഗബ്രിയേലിന്റെ ഉത്തരം ശരിയാണ്, ശരിയായ ഉത്തരമാണ്. അതാണ് പറയേണ്ടത്. തൊട്ടടുത്ത ഭാഗം ഏറ്റവും എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. ടീം ഗബ്രിയേലിന് 15 മാർക്കുകൾ ലഭിക്കുന്നു. ടീം റാഫേലിന് പോയിന്റുകൾ ലഭിച്ചിട്ടില്ല. തൊട്ടടുത്ത ചോദ്യം 10 മാർക്കിന്റെ ചോദ്യം. വിശുദ്ധ ഗ്രന്ഥത്തില് ഏത് പുസ്തകത്തിൽ, ഏത് അധ്യായത്തിലാണ്, ഏത് വാക്യമാണ്, അധ്യായം വാക്യം ഇത് പറയും. ഈ തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം, പുസ്തകം, അധ്യായം വാക്യം. മർക്കോസിന്റെ പുസ്തകം, മർക്കോസിന്റെ സുവിശേഷം, വിശേഷം 9-ാം അധ്യായം, 9-ാം അധ്യായം 13 മുതലുള്ള വാക്യം. 13 മുതലുള്ള വാക്യങ്ങൾ. ഉത്തരം തെറ്റാണ്. സമയവും തീർന്നിരിക്കുന്നു. സപ്പോർട്ടിംഗ് ടീമിലേക്ക് പോകുന്നു. ടീം റാഫേലിന് പോയിന്റുകൾ ലഭിക്കുന്നില്ല. ടീം ഗബ്രിയേലിലേക്ക് ചോദ്യം പാസ് ചെയ്യപ്പെടുന്നു. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 16-ാം വാക്യം. സമയം കഴിഞ്ഞിരിക്കുന്നു. ഉത്തരം തെറ്റാണ്. പാസ് ചെയ്യും. വിശുദ്ധ മർക്കോസിന് സുശേഷം 7-ാം അധ്യായം 14-ാം വാക്യം. വീണ്ടും ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം. അതെല്ലാവരും ശരിയാണ്. വാക്യം 15, 14 അല്ല, 16 അല്ല, 15. കിസ് മാസ്റ്റർക്ക് വീണ്ടും 5 പോയിന്റുകൾ കൂടി ലഭിക്കും. അടുത്ത ചോദ്യം ടീം ഗബ്രിയേലിനോടാണ്. അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം യേശു അപ്പസ്തോലന്മാരോടുകൂടെ വള്ളത്തിൽ അക്കരയ്ക്ക് പോകുമ്പോൾ യേശു അവർക്ക് മുന്നറിയിപ്പ് നൽകി, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, പുളിപ്പിനെക്കുറിച്ച് സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇതിൻ്റെ മധ്യത്തിലുള്ള തിരുവചന ഭാഗമാണ് നിങ്ങൾ പറയുന്നത്. ഫരിസേയരുടെയും ഹെറോദോസിന്റെയും പുളിപ്പിനെ കരുതിയിരിക്കും. ശരിയായി പറയണം. തിരുവചനത്തിലെ ഭാഗം തന്നെ പറയേണ്ടതുണ്ട്. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, ഫരിസേയരുടെയും ഹെറോദോസിന്റെയും പുളിപ്പിനെക്കുറിച്ച് കരുതലോടെ ഇരിക്കുവിൻ. ഉത്തരം ശരിയാണ്. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, ഫരിസേയരുടെയും ഹെറോദോസിന്റെയും പുളിപ്പിനെക്കുറിച്ച് കരുതലോടെ ഇരിക്കുവിൻ. ഉത്തരം ശരിയാണ്. 30 മാർക്കുകൾ ലഭിക്കും. അടുത്ത ചോദ്യം ഏത് പുസ്തകത്തിൽ, അധ്യായം, വാക്യം? മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 15-ാം വാക്യം. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 15-ാം തിരുവചനം. ശരിയായ ഉത്തരമാണ്. 10 മാർക്കുകൾ കൂടി ലഭിക്കും. 3 ടീമുകളും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയാൻ ആരംഭിച്ചതിന് ശേഷം നിങ്ങളുടെ സഹ ടീം മെമ്പർക്ക് പിന്നീട് സഹായിക്കാൻ സാധിക്കുകയില്ല. ആദ്യം നിങ്ങൾ കൂടിയാലോചനകൾ നടത്തുക. ആദ്യം ആലോചിച്ച് ഉത്തരം പറയുക. പിന്നീട് നിങ്ങൾ ആലോചിക്കാനായിട്ട് ശ്രമിക്കരുത്, ഉത്തരം പറഞ്ഞു കൊടുക്കരുത്. ഇനി അങ്ങനെ ആവർത്തിച്ചാൽ നിങ്ങൾക്ക് -പോയിന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കിട്ടുന്ന പോയിന്റ് കുറയ്ക്കുന്നതായിരിക്കും. സപ്പോർട്ടിംഗ് ടീം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും അനുവദിക്കപ്പെടാത്ത സമയത്ത് നിങ്ങൾ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. നിങ്ങൾ പരസ്പരം ഉറക്കെ ഡിസ്കസ് ചെയ്യരുത്. ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾക്കിവിടെ കേൾക്കാൻ സാധിച്ചാൽ ഏതാണോ ആ ടീം, അവരുടെ സപ്പോർട്ടിംഗ് ടീം, ആ ടീമിൻ്റെ പോയിന്റ് കുറയ്ക്കുന്നതായിരിക്കും.
അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ക്യൂസിൽ പങ്കെടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ടീമിനെ അത് ബാധിക്കുന്നതായിരിക്കും. വചനം തിരുവചനം റൗണ്ട് സമാപിക്കുന്നു. ഓരോ ടീമിനും ലഭിച്ചിട്ടുള്ള പോയിന്റുകൾ. ജോസ്മി. ടീം മിഖായേൽ 30 പോയിന്റ്സ്. ടീം റാഫേലിന് പോയിന്റുകളൊന്നും ലഭിച്ചിട്ടില്ല. ആൻഡ് ടീം ഗബ്രിയേൽ 55 പോയിന്റ്സ്. ടീം റാഫേൽ, അടുത്ത ചോദ്യം നിങ്ങളോടാണ്. ആദ്യ റൗണ്ടിൽ പോയിന്റുകൾ കിട്ടിയില്ല എന്നതിനെ പറ്റി ഓർത്ത് നിങ്ങൾ അല്പം പോലും വിഷമിക്കേണ്ടതില്ല. കാരണം ഇതിനു മുമ്പ് നടന്ന മത്സരങ്ങളിലെല്ലാം പോയിന്റ് നിലയിൽ ഏറ്റവും താഴ്ന്ന ടീമുകളാണ് അവസാനമായപ്പോൾ മുൻനിരയിൽ വന്നതും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്തതും. അതുകൊണ്ട് ഇനിയും 4 റൗണ്ടുകൾ ബാക്കിയുണ്ട്. നിരാശ അത് ഒരിക്കലും പാടുള്ളതല്ല. പ്രത്യാശയോടുകൂടി നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. വിഷ്വൽ റൗണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. വിഷ്വൽ റൗണ്ട്. വിഷ്വൽ റൗണ്ടിന്റെ പ്രത്യേകത 3 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും 10 മാർക്ക് വീതം. അങ്ങനെയാകെ 30 മാർക്കുകൾ. ശരിയായ ഉത്തരത്തിനാണ് മാർക്കുകൾ ലഭിക്കുക. തെറ്റായ ഉത്തരത്തിന് മാർക്കുകൾ നഷ്ടപ്പെടും. മൈനസ് മാർക്കുള്ള റൗണ്ടാണ് വിഷ്വൽ റൗണ്ട്. അതുകൊണ്ട് ടീം ശ്രദ്ധിക്കുക, തെറ്റായ ഉത്തരം പറയാതിരിക്കുക. ഇനി നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോയാലും ഭയപ്പെടേണ്ടതില്ല. നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീം ശരിയായ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിച്ച മൈനസ് പോയിന്റ് ഡിലീറ്റ് ചെയ്യുന്നതാണ്. ചോദ്യത്തിലേക്ക്. ടീം റാഫേലിനോടാണ് ആദ്യത്തെ ചോദ്യം. 30 സെക്കൻഡുകളാണ് നിങ്ങളുടെ സമയം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. വിഷ്വൽ ശ്രദ്ധിക്കുക. നിങ്ങൾ വിഷ്വൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ ജീവിതത്തിലെ ഒരു സുവിശേഷത്തിലെ ഒരു സംഭവമാണ് ആ വിഷ്വലിൽ, ആ ചിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണെന്ന് പറയുക. രാത്രിയുടെ 4-ാം യാമത്തിൽ യേശു കടലിന് മീതെ കൂടെ നടന്നു വരുന്നു. ശരിയാണ്, ശരിയായ ഉത്തരമാണ്. യേശു വെള്ളത്തിന് മീതെ നടക്കുന്നു. 10 മാർക്കുകൾ ടീം റാഫേൽ. ടീം റാഫേലിനോട് രണ്ടാമത്തെ ചോദ്യം. ഈ സംഭവം എത്രാമത്തെ അധ്യായത്തിലാണ്, മർക്കോസിന്റെ സുവിശേഷം എത്രാം അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ആറാം അധ്യായത്തിൽ. 6-ാം അധ്യായത്തിൽ എന്നാണ് പറഞ്ഞത്? യെസ്. ഉത്തരം ശരിയാണ്. ടീം റാഫേൽ 10 പോയിന്റുകൾ കൂടി നേടുന്നു. വെള്ളത്തിന് മീതെ കൂടി നടന്നു വരുന്ന യേശുവിനെ കണ്ട് ശിഷ്യന്മാർ പരിഭ്രമിച്ചു പോയി. അവർ തെറ്റിദ്ധരിച്ചു. യേശുവാണ് എന്ന് അവർക്ക് ആദ്യം മനസ്സിലായില്ല. തന്നെ കണ്ട് പരിഭ്രമിച്ച പേടിച്ച ശിഷ്യന്മാരോട് യേശു പറഞ്ഞതെന്ത്? ഭയപ്പെടേണ്ട, ഞാനാണ്. മുഴുവൻ പറയണം. തിരുവചന ഭാഗം അതുപോലെ പറയണം. നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാനാണ്. ഉത്തരം തെറ്റാണ്. സപ്പോർട്ടിംഗ് ടീമിന് സഹായിക്കാവുന്നതാണ്. ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കും. കാരണം അത് വളരെ കുറഞ്ഞൊരു ഭാഗമായതുകൊണ്ട്, കുറഞ്ഞ വാക്കുകളെ ഉള്ളതുകൊണ്ട് കൃത്യമായ ഉത്തരം കൃത്യമായ രീതിയിൽ വരേണ്ടതുണ്ട്. ഭയപ്പെടേണ്ട, ഞാനാണ്, ധൈര്യമായിരിക്കും. ഒന്നും കൂടി പറയാമോ? ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക, ഞാനാണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ചെറിയ ഒരു പരിഗണന നൽകുകയാണ്. 3 വാക്കുകളും വന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഞാനത് ശരി ഉത്തരമായിട്ട് പരിഗണിക്കുന്നു. യേശു ആദ്യം പറഞ്ഞത് ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. പക്ഷെ 3 വാക്കുകൾ നിങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ടീം റാഫേലിന് മൈനസ് പോയിന്റ് ഉണ്ടായിരിക്കുന്നതല്ല. ഇപ്രാവശ്യം കിട്ടി 20 പോയിന്റുകൾ നിങ്ങളുടെ സ്കോർ ഷീറ്റിൽ രേഖപ്പെടുത്തുന്നതാണ്. അഭിനന്ദനങ്ങൾ ടീം റാഫേലിനും സപ്പോർട്ടിംഗ് ടീമിനും അഭിനന്ദനം. വിഷ്വൽ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം ടീം ഗബ്രിയേലിനോടാണ്. വിഷ്വൽ ശ്രദ്ധിക്കുക.
ചിത്രത്തിൽ കാണിച്ച സംഭവം, ആ കാര്യം ഏതാ? നിങ്ങളുടെ പഠന ഭാഗത്തുള്ളതാണ്. അന്ധനെ സുഖപ്പെടുത്തുന്നു. ഉറപ്പിച്ച് പറയൂ. നിങ്ങളൊരു പകുതി മനസ്സോടെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അന്ധന് കാഴ്ച നൽകുന്നു. അന്ധന് കാഴ്ച നൽകുന്നത്. എവിടെയുള്ള അന്ധന്? ബെത്സൈദ. ബെത്സൈദയിലെ അന്ധന് കാഴ്ച നൽകുന്ന സംഭവമാണോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ടൈം ഈസ് ഓവർ. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അന്ധന് കാഴ്ച നൽകുന്ന സംഭവം തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. ബെത്സൈദയിലെ അന്ധനാണ് കാഴ്ച നൽകുന്നത്. ശരിയായ ഉത്തരമാണ്. നിങ്ങൾക്ക് 10 മാർക്കുകൾ ലഭിക്കും. ഏത് സുവിശേഷത്തിൽ, ഏത് അധ്യായത്തിലാണ് ഈ സംഭവം ഉള്ളത്? മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം. ഉത്തരം ശരിയാണ്. ടീം ഗബ്രിയേലിന് വീണ്ടും 10 പോയിന്റുകൾ കൂടി. യേശു അവന്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം കൈകൾ വെച്ചു. എന്നിട്ട് അവനോട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? അവൻ മറുപടി പറഞ്ഞു. എന്തായിരുന്നു അവന്റെ മറുപടി? ഞാൻ മനുഷ്യരെ കാണുന്നവർ മരങ്ങളെ പോലെ ഇരിക്കും. എന്നോട് ശരിയാണ് തെറ്റാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ഇനി ടീം മെമ്പർക്ക് സഹായിക്കാൻ പാടുള്ളതല്ല. ഉത്തരം പൂർണ്ണമായി പറയുക. ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ മരങ്ങളെ പോലെ ഇരിക്കുന്നു, അവർ നടക്കുന്നതായും കാണുന്നു. യെസ് മാസ്റ്ററോട് ഒരു ചോദ്യം മുഖഭാവത്തിൽ നിന്നുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ? ഉത്തരം ശരിയാണ്. ശരിയാണ്. ടീം ഗബ്രിയേലിന് വീണ്ടും 10 പോയിന്റുകൾ കൂടി. ടീം ഗബ്രിയേൽ വിഷ്വൽ റൗണ്ടിലെ മുഴുവൻ പോയിന്റുകളും 30 പോയിന്റുകളും കരസ്ഥമാക്കിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. വിഷ്വൽ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം ടീം മിഖായലിനോടാണ്. വിഷ്വൽ ശ്രദ്ധിക്കുക. ക്ലിയർ ആണ്? ടൈം. ശിശുക്കളെ അനുഗ്രഹിക്കുന്നു. ആര്? യേശു. ഉത്തരം പൂർണ്ണമായി പറയണം. യേശു ശിശുക്കളെ അനുഗ്രഹിക്കുന്നു. യേശു ശിശുക്കളെ അനുഗ്രഹിക്കുന്ന ചിത്രമാണ് അവിടെ കാണുന്നത്. ശരിയായ ഉത്തരമാണ്. 10 മാർക്കുകൾ ലഭിക്കുന്നു. ടീം മിഖായലിനോട് രണ്ടാമത്തെ ചോദ്യമാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏത് മുതലുള്ള വാക്യങ്ങൾ? വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 11 വരെയുള്ള വാക്യങ്ങൾ. ഒരിക്കൽ കൂടി പറയും. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. 11 മുതലുള്ള തിരുവചനങ്ങൾ എന്നാണ് പറയുന്നത്. ഉത്തരം തെറ്റാണ്. സപ്പോർട്ടിംഗ് ടീമിലേക്ക്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 13 മുതലുള്ള വചനങ്ങൾ. ശരിയായ ഉത്തരമാണ്. 13 മുതലാണ് ആ സംഭവം ആരംഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മൈനസ് മാർക്കിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നു. 13 മുതലുള്ള തിരുവചനങ്ങളാണ്. ടീം മിഖായലിന്റെ മൈനസ് മാർക്ക് രക്ഷപ്പെടുന്നു. മൂന്നാമത്തെ ചോദ്യം. ശിശുക്കളെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർ ശകാരിച്ചു, കുട്ടികൾക്കെന്ത് ഇവിടെ കാര്യം? നിങ്ങൾ അപ്പുറത്ത് പോയി വല്ലതും കളിക്കുക. ഇത് കണ്ടപ്പോൾ യേശു ശിഷ്യന്മാരെ ശകാരിച്ചു. യേശു കോപിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞത് എന്ത്? ശിശുക്കളെ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്, ദൈവരാജ്യം അവർക്കുള്ള അവരെ പോലുള്ളവർക്കാണ്. ഉറക്കെ പറയും. ശിശുക്കളെ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്, ദൈവരാജ്യം അവരെ പോലുള്ളവർക്കാണ്. ദൈവരാജ്യം അവരെ പോലുള്ളവരുടേതാണ്. ശരിയായ ഉത്തരമാണ്. ടീം മിഖായലിന് 10 പോയിന്റുകൾ കൂടി ലഭിക്കുന്നു. അഭിനന്ദനം. വിഷ്വൽ റൗണ്ട് അവസാനിക്കുകയാണ്. 3 ടീമുകളും വിഷ്വൽ റൗണ്ടിൽ പോയിന്റുകൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. മൈനസ് പോയിന്റിൽ നിന്ന് സമർത്ഥമായി അവരുടെ സപ്പോർട്ടിംഗ് ടീമുകൾ അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. സ്കോറിംഗ്, ഓരോ ടീമിൽ ലഭിച്ച സ്കോർ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ജോസ്മിയിലെ പോയിന്റ് നില ഇങ്ങനെയാണ്. ടീം മിഖായേൽ 50 പോയിന്റ്സ്,
ടീം റാഫേൽ 20 പോയിന്റ്സ്. ടീം ഗബ്രിയേൽ 85 പോയിന്റ്സ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഈ എപ്പിസോഡിലെ മൂന്നാം റൗണ്ടിലേക്ക്. മൂന്നാം റൗണ്ട് റാപ്പിഡ് റൗണ്ടാണ്. വേഗത്തിൽ ഉത്തരം പറയേണ്ട, വേഗത്തിൽ ചിന്തിക്കേണ്ട, വേഗത്തിൽ തീരുമാനമെടുക്കേണ്ട, എന്നാൽ വേഗത്തിൽ മാർക്കുകൾ വാരിക്കൂട്ടാവുന്ന റൗണ്ട് റാപ്പിഡ് റൗണ്ട്. ടീം ഗബ്രിയേൽ നിന്നാണ് ആരംഭിക്കുന്നത്. 5 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും 6 മാർക്ക് വീതം. 5 ചോദ്യത്തിനും ശരിയായ ഉത്തരം നൽകിയാൽ ക്വിസ് മാസ്റ്ററുടെ പ്രത്യേക സമ്മാനം 10 ബോണസ് പോയിന്റുകൾ. ശ്രദ്ധിക്കുക, 1 മിനിറ്റ് മാത്രമാണ് നിങ്ങളുടെ സമയം. 1 മിനിറ്റിനുള്ളിൽ 5 ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടതാണ്. നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ ചിന്തിച്ച് സമയം കളയാതിരിക്കുക, കാരണം സമയം നിങ്ങളുടേത് മാത്രമാണ്. ചോദ്യം ആരംഭിക്കുന്നു. ടീം ഗബ്രിയേൽ, നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഗ്രിഗോറിയൻ കലണ്ടർ പ്രസിദ്ധീകരിച്ച മാർപ്പാപ്പ ആര്? ഗ്രിഗറി 13. ശരിയായ ഉത്തരം മിഷൻ പാപ്പ ആര്? പിയൂസ്. 11 പിയൂസ് ശരിയാണ്. പുനരൈക്യത്തിന്റെ പാപ്പ എന്നറിയപ്പെടുന്നത് ജോൺ 23. ശരിയായ ഉത്തരം. 3ാമത്തെ മാർപ്പാപ്പ ആര്? അറിയില്ല. അടുത്ത ചോദ്യം, ആദ്യമായി വിദേശ സന്ദർശനം നടത്തിയ മാർപ്പാപ്പയാര്? പോൾ ആറാമൻ. പോൾ ആറാമൻ. 5 ചോദ്യങ്ങൾ, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഉത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സമയം ഇനിയും ബാക്കിയുണ്ട്. പക്ഷേ 4ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം തെറ്റിച്ചു, അല്ലെങ്കിൽ അറിയില്ലായിരുന്നു. 3ാമത്തെ മാർപ്പാപ്പ വിശുദ്ധ ക്ലേത്തൂസ്. ടീം ഗബ്രിയേൽ 24 പോയിന്റുകൾ ഈ റൗണ്ടിൽ സമ്പാദിച്ചിരിക്കുന്നു. ടീം ഗബ്രിയേലിന് അഭിനന്ദനം. ടീം മിഖായലിനോടാണ് അടുത്ത ചോദ്യം. പാപ്പ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? പിതാവ്. പാശ്ചാത്യ സഭയുടെ ഇപ്പോഴത്തെ പാത്രിയാർക്കീസ് ആര്? ഫ്രാൻസിസ് മാർപ്പാപ്പ. ആദ്യമായി ഇന്ത്യ സന്ദർശിച്ച മാർപ്പാപ്പ ആര്? പോൾ ആറാമൻ മാർപ്പാപ്പ. ശരിയായ ഉത്തരം. തെറ്റുകളുടെ പട്ടിക പ്രസിദ്ധീകരിച്ച മാർപ്പാപ്പ ആര്? 9 പിയൂസ് മാർപ്പാപ്പ. ശരിയായ ഉത്തരമാണ്. 264ാമത്തെ പാപ്പ ആര്? ജോൺ ബോൾ 2 മാർപ്പാപ്പ. ജോൺ ബോൾ 2. 5 ഉത്തരങ്ങളും ശരിയാണ്. ടീം മിഖായൽ 30 മാർക്കും 10 ബോണസ് പോയിന്റുകൾ നേടി 40 മാർക്കുകൾ നേടിയിരിക്കുന്നു ഈ റൗണ്ടിൽ. അഭിനന്ദനം. റാപ്പിഡ് റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ടീം റാഫേലിനോടാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആദ്യ ചാക്രിക ലേഖനം ഏത്? അറിയില്ല. അടുത്ത ചോദ്യം, ദൈവം സ്നേഹമാകുന്നു ആരുടെ ചാക്രിക ലേഖനമാണ്? ബെനഡിക്ട് 16. ബെനഡിക്ട് 16. ശരിയായ ഉത്തരമാണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ സന്ദർശിച്ച മാർപ്പാപ്പ? പോൾ ആറാമൻ. ഉത്തരം തെറ്റാണ്. ജോൺ പോൾ 2. ഏറ്റവും കൂടുതൽ കാലം തിരുസഭയെ ഭരിച്ച മാർപ്പാപ്പ? 9 പിയൂസ്. കർദിനാളന്മാരുടെ യോഗത്തിന് പറയുന്ന പേര്? തെറ്റാണത്. നിങ്ങൾ സമയം കഴിഞ്ഞിരിക്കുന്നു. കൺസിസ്റ്ററിയാണ്. ആദ്യ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞില്ല. ലൂമൻ ഫീദൈ, വിശ്വാസത്തിന്റെ വെളിച്ചം. 2ാമത്തെ ചോദ്യം, ദൈവം സ്നേഹമാകുന്നു ആരുടെ? ബെനഡിക്ട് 16. ശരിയായ ഉത്തരമാണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ സന്ദർശിച്ച മാർപ്പാപ്പ ജോൺ ബോൾ 2. ഏറ്റവും കൂടുതൽ കാലം തിരുസഭയെ ഭരിച്ച മാർപ്പാപ്പ 9 പിയൂസ്. ശരിയായ ഉത്തരം. കർദിനാളന്മാരുടെ യോഗത്തിന് പറയുന്ന പേര് കൺസിസ്റ്റർ. 2 ചോദ്യങ്ങൾക്കാണ് ശരിയായ ഉത്തരം നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. 12 മാർക്കുകൾ ടീം റാഫേൽ കരസ്ഥമാക്കുന്നു. അഭിനന്ദനം. 3 റൗണ്ടുകൾ പൂർത്തിയാകുന്നു. 3 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ ഓരോ ടീമിനും ലഭിച്ചിട്ടുള്ള പോയിന്റുകൾ എത്രയാണ് എന്ന് നമുക്ക് നോക്കാം. ജോസ്മിയിലേക്ക്. 3 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ ടീം മിഖായേൽ 90 പോയിന്റ്സ്.
ടീം റാഫേൽ 32 പോയിന്റ്സ്. ടീം ഗബ്രിയേൽ 109 പോയിന്റ്സ്. 3 റൗണ്ടുകൾ പൂർത്തിയാകും. 4ാം റൗണ്ട് സപ്പോർട്ടേഴ്സ് റൗണ്ടാണ്. സപ്പോർട്ടിംഗ് ടീമിന് നിങ്ങളുടെ ടീം മെമ്പേഴ്സിനോടുള്ള സ്നേഹവും കരുതലും പിന്തുണയും വാക്കുകൾ കൊണ്ട് പ്രഖ്യാപിക്കാനുള്ള അവസരമാണ്. വാക്കുകളെക്കാൾ ഉപരി നിങ്ങൾ മാർക്കുകൾ കൊടുത്ത് പ്രഖ്യാപിക്കാനുള്ള സമയമാണ്. ആദ്യ ചോദ്യം ടീം മിഖായലിൻ്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. ഞാനൊരു തിരുവചന ഭാഗം പറയും. ഈ തിരുവചന ഭാഗം വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിൽ നിന്നാണ് എന്ന് നിങ്ങൾ പറയണം. എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് നോക്കുക. ഏത് പുസ്തകത്തിലാണ് ഈ തിരുവചന ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്? വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2ാം ലേഖനം. മതി 2ാം ലേഖനത്തിലാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. 2 കൊരിന്തോസ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ശരിയായ ഉത്തരമാണ്. നിങ്ങൾക്ക് 20 മാർക്കുകൾ ലഭിക്കും. സപ്പോർട്ടേഴ്സ് റൗണ്ടിൽ 3 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം 20 മാർക്കിന്റെ ചോദ്യം. 2ഉം 3ഉം ചോദ്യങ്ങൾ 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. മൈനസ് മാർക്കുകളില്ല, പാസിംഗും ഉണ്ടായിരിക്കുന്നതല്ല. രണ്ടാമത്തെ ചോദ്യം, എത്രാം അധ്യായത്തിലാണ് ഇക്കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്? 4ാം അധ്യായം. 4ാം അധ്യായം ശരിയായ ഉത്തരമാണ്. 4ാം അധ്യായം. ജൂൺ മാസം പരിശുദ്ധ തിരുഹൃദയത്തിൻ്റെ മാസമാണ്. തിരുഹൃദയ കൊന്ത ചൊല്ലുന്നവരായിരിക്കും നിങ്ങൾ ഓരോരുത്തരും. തിരുഹൃദയ ഭക്തി 13ാം നൂറ്റാണ്ടിലൊക്കെ ആരംഭിക്കുകയുണ്ടായി. തിരുഹൃദയ സംബന്ധിയായ ആദ്യ ഗീതം രചിച്ചത് ആരാ? മേരി ബെനീന സിസ്റ്റർ. മേരി ബെന്നീഞ്ഞ എഴുതിയ പ്രശസ്തമായ കവിത നമുക്കറിയാം. കവിത ഞാൻ പാടുന്നില്ല, കാരണം എൻ്റെ പാട്ട് കേട്ടാൽ ഒരുപക്ഷെ പ്രേക്ഷകരൊക്കെ ഓടിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ പാടുന്നില്ല. ഉത്തരം തെറ്റാണ്. മേരി ബെന്നീഞ്ഞാമയല്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. ടൈം ഈസ് ഓവർ. വാഴ്ത്തപ്പെട്ട ഹെർമൻ ജോസഫ്, അദ്ദേഹമാണ് ആ ഗീതം, ആദ്യ ഗീതം രചിച്ചതായിട്ട് പറയപ്പെടുന്നത്. ടീം മിഖായൽ, അവരുടെ സപ്പോർട്ടിംഗ് ടീം 30 പോയിന്റുകൾ ടീം മിഖായലിന് വേണ്ടി നേടിക്കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമാണ്. ചോദ്യം, വാസ്തവത്തിൽ ഞങ്ങളിവിടെ നെടുവീർപ്പിടുകയും സ്വർഗീയ വസതി ധരിക്കുവാൻ വെമ്പൽ കൊള്ളുകയുമാണ്. ഏത് പുസ്തകത്തിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു? വാസ്തവത്തിൽ ഞങ്ങളിവിടെ നെടുവീർപ്പിടുകയും സ്വർഗീയ വസതി ധരിക്കുവാൻ വെമ്പൽ കൊള്ളുകയുമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? വിശുദ്ധത ഇരിക്കുക. ടീം ഗബ്രിയേൽ. സമയം തീർന്നിരിക്കുന്നു. ശരിയായ ഉത്തരം ടീമിന് അറിയാമെങ്കിൽ പറയാവുന്നതാണ്. 2 കൊരിന്തോസ്. ഉത്തരം ശരിയാണ്, 2 കൊരിന്തോസ്. പക്ഷേ ഉത്തരത്തിന് മാർക്ക് നൽകുന്നതല്ല. നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ടീമിന് അവരെ സഹായിക്കാനായിട്ട് സാധിച്ചില്ല. അടുത്ത 2 ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. അടുത്ത ചോദ്യം, ഏത് അധ്യായത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഈ തിരുവചന ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായം ഏത്? വാക്യം പറയണ്ട, അധ്യായം മാത്രം പറഞ്ഞാൽ. അറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ പറയാം. നിങ്ങളുടെ ടീമിന് അറിയാമോ എന്ന് നോക്കാം. യെസ്, 14ാം അധ്യായം. 14ാം അധ്യായമല്ല, 5ാം അധ്യായമാണ്. 5ാം അധ്യായം.
മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. ലോകത്തെ മുഴുവൻ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ച മാർപ്പാപ്പ ആര്? ലിയോ 13-ാമൻ മാർപ്പാപ്പ. ഉറക്കെ പറയൂ. ലിയോ 13-ാമൻ മാർപ്പാപ്പ. ലിയോ 13-ാമൻ മാർപ്പാപ്പ എന്നാണോ പറഞ്ഞത്? അതെ. ശരിയായ ഉത്തരമാണ്. 10 മാർക്കുകൾ ലഭിക്കുന്നു. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീം 10 മാർക്കുകൾ നേടിക്കൊടുത്തുകൊണ്ട് ടീമിനെ സഹായിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക്. ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ് ചോദ്യം. ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം. ദൈവം പ്രകാശമാണ്. ഏത് പുസ്തകത്തിലാണ് ഈ തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്? 1 യോഹന്നാൻ. 1 യോഹന്നാൻ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഉത്തരം ശരിയാണ്. ശരിയായ ഉത്തരമാണ്. 20 മാർക്കുകൾ ലഭിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം. ഏത് അധ്യായത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? രണ്ടാം അധ്യായം. 2-ാം അധ്യായത്തിൽ. ശരി ഉത്തരം നിങ്ങൾക്ക് പറയാവുന്നതാണ്. 1-ാം അധ്യായം. 1-ാം അധ്യായമായി. മാർക്ക് ലഭിക്കുന്നില്ല. മൂന്നാമത്തെ ചോദ്യം. സെയിന്റ് പോൾ കാത്തലിക് യൂണിവേഴ്സിറ്റി ഓഫ് ഇന്തോനേഷ്യ ഒരു കാത്തലിക് യൂണിവേഴ്സിറ്റിയാണ് ഇന്തോനേഷ്യയിലെ. ഇത് ഇന്തോനേഷ്യയിലെ എത്രാമത്തെ കാത്തലിക് യൂണിവേഴ്സിറ്റിയാണ്? അറിയില്ല. ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾക്ക് പറയാവുന്നതായിരുന്നു. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്നെങ്കിലും പറഞ്ഞു ഒരു നമ്പർ പറയരുത്. 10-എന്നോ 8-എന്നോ 1-എന്നോ 2-എന്നോ ഏതെങ്കിലും പറഞ്ഞോളൂ. ഒന്നാമത്തെയാണ്. അത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവമായി മാറിയിരിക്കുന്നു. ഇന്തോനേഷ്യയിലെ ആദ്യത്തെ കാത്തലിക് യൂണിവേഴ്സിറ്റി. ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീം 20 പോയിന്റുകൾ ടീമിന് നേടിക്കൊടുത്തിരിക്കുന്നു. ടീമിന് അഭിനന്ദനങ്ങൾ. ഫൈനൽ റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഫൈനൽ റൗണ്ടിന്റെ പേര് മെഗാ ബോണസ് റൗണ്ട് എന്നാണ്. മെഗാ ബോണസ് റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സ്കോർ അനൗൺസ് ചെയ്യുകയാണ്. സ്കോർ അനൗൺസ് ചെയ്യുമ്പോൾ ടീമുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ പോയിന്റുകൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, നിങ്ങളുടെ എതിർ ടീമിന്റെ പോയിന്റുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ശരിയായ തീരുമാനങ്ങൾ, ചിലപ്പോൾ ഉചിതമായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോ ടീമിനും ലഭിച്ചിട്ടുള്ള പോയിന്റുകൾ എത്രയാണ് എന്ന് നമുക്ക് നോക്കാം. ജോസ്മിയിലെ ടീം മിഖായേൽ 120 പോയിന്റ്സ്. ടീം റാഫേൽ 42 പോയിന്റ്സ്. ടീം ഗബ്രിയേൽ 129 പോയിന്റ്സ്. മെഗാ ബോണസ് റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബോണസുകൾ വാരിക്കൂട്ടി തങ്ങളുടെ സ്കോർ ഷീറ്റിൽ പോയിന്റുകൾ വാരി നിറച്ച് വിജയത്തിന്റെ അടുത്ത പടിയിലേക്ക് കുതിക്കാനുള്ള സുവർണാവസരം. 3 ചോദ്യങ്ങൾ. ഓരോ ചോദ്യത്തിനും വ്യത്യസ്തമായ പോയിന്റുകൾ. ആദ്യ ചോദ്യത്തിന് 10 പോയിന്റുകൾ, രണ്ടാമത്തേതിന് 15, മൂന്നാമത്തേതിന് 25. അങ്ങനെ ആകെ 50 പോയിന്റുകൾ ലഭിക്കാം. എന്നാൽ ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും ഉത്തരം തെറ്റിപ്പോയാൽ തൊട്ടടുത്ത ചോദ്യത്തിലേക്കുള്ള വാതിൽ അടയുകയും അതോടൊപ്പം തത്തുല്യമായ പോയിന്റുകൾ മൈനസ് ആവുകയും ചെയ്യും. 25 മാർക്കിന്റെ ചോദ്യത്തിന് 25 മാർക്ക്, ഉത്തരം തെറ്റിയാൽ 25 മൈനസ് മാർക്കുകൾ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യം ചോദിക്കുന്നതെന്ന് ഓരോ ടീമിനോടും പറയുന്നതാണ്. അതോടൊപ്പം തന്നെ ഓരോ ടീമിനും ഓരോ ചോദ്യത്തിനു മുമ്പും ക്വിറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ടായിരിക്കും, പ്രൊസീഡ് ചെയ്യാനുള്ള അവകാശമുണ്ടായിരിക്കും. ആദ്യ ചോദ്യം ടീം റാഫേലിനോടാണ്. ആദ്യമായി നിങ്ങൾക്കറിയേണ്ടത് ഏത് ഭാഗത്തു നിന്നാണ് ചോദിക്കുന്നത് എന്നതാണ്. വിജ്ഞാനമുത്തുകൾ എന്നാണ് ചോദ്യം. നിങ്ങൾ ഈ റൗണ്ടിൽ പ്രൊസീഡ് ചെയ്യുന്നോ അതോ ക്വിറ്റ് ചെയ്യുന്നു? കിറ്റ് ചെയ്യുന്നില്ല. പ്രൊസീഡ് ചെയ്യുന്നു. യെസ്. പ്രൊസീഡ് ചെയ്യുന്നു. യെസ്. ഒന്നാമത്തെ ചോദ്യം. എത്ര വയസ്സ് വരെ
കർദിനാളന്മാർക്ക് മാർപ്പാപ്പ ഇലക്ഷനിൽ പങ്കെടുക്കാം? 80 വയസ്സ് വരെ. 80 വയസ്സുവരെ ശരിയായ ഉത്തരമാണ്. 10 മാർക്കുകൾ കരസ്ഥമാക്കി. രണ്ടാമത്തെ ചോദ്യം 15 മാർക്കിന്റെ ചോദ്യമാണ്. ചോദ്യം നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു, അത് ക്വിറ്റ് ചെയ്യുന്നു? കിറ്റ് ചെയ്യുന്നില്ല. പ്രൊസീഡ് ചെയ്യുന്നു. യെസ്. ചോദ്യം ആക്ട അപ്പസ്തോലിക്ക സേദിസ് വത്തിക്കാന്റെ ഒരു വിഭാഗമാണ്, ഒരു ഭരണ വിഭാഗമാണ്. എന്തുമായി ബന്ധപ്പെട്ട വിഭാഗമാണ്? മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന വിഭാഗവുമായിട്ട്. മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന വിഭാഗം എന്നാണ് നിങ്ങൾ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നത് കർദിനാളന്മാരാണ്. ഇത് വത്തിക്കാന്റെ ഔദ്യോഗിക പ്രബോധന പ്രസിദ്ധീകരണ വിഭാഗമാണ് ആക്ട അപ്പസ്റ്റോലിക്ക സേദിസ്. 15 മാർക്കുകൾ ടീം റാഫേലിന് നഷ്ടമാകും. സാരമില്ല, കാരണം നിങ്ങൾക്ക് മുന്നോട്ട് പ്രൊസീഡ് ചെയ്തേ പറ്റുള്ളൂ. ആ ഒരു തീരുമാനം മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം പോയിന്റ് നിലയിൽ പിന്നിൽ നിൽക്കുമ്പോൾ മുന്നോട്ട് കയറണമെങ്കിൽ തീർച്ചയായിട്ടും ഈ റിസ്ക് നിങ്ങൾ ഏറ്റെടുത്തേ മതിയാവൂ. പക്ഷേ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് പറയാൻ സാധിക്കാത്തത് കൊണ്ട് അടുത്ത ചോദ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. ടീം ഗബ്രിയലിലേക്ക് ചോദ്യം വിജ്ഞാന മുത്തുകളിൽ തന്നെ. നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. ആദ്യ ചോദ്യം, പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള തിരുസംഘം സ്ഥാപിച്ച മാർപ്പാപ്പ ആര്? ഗ്രിഗറി 15. ഗ്രിഗറി 15. ഉത്തരം ശരിയാണ്. 10 മാർക്കുകൾ ലഭിക്കും. രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ എസ് പറയുന്നു, നോ പറയുന്നു? യെസ്. പ്രൊസീഡ് ചെയ്യുന്നു. യെസ്. ഇപ്പോഴത്തെ നമ്മുടെ മാർപ്പാപ്പയുടെ പേര് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിന്റെ രാജ്യമേത്? അർജന്റീന. അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് എന്ന്? 2013 മാർച്ച് 13. 2013 മാർച്ച് 13 എന്നാണ് നിങ്ങൾ ഉത്തരം പറഞ്ഞത്. ഉത്തരം ശരിയാണ്, ശരിയായ ഉത്തരമാണ്. അടുത്ത ചോദ്യം 25 മാർക്കിന്റെ ചോദ്യമാണ്. 25 മാർക്കിന്റെ ചോദ്യം. കിട്ടിയാൽ 25 മാർക്ക്, പോയാൽ നിങ്ങളുടെ 25 മാർക്കുകൾ നഷ്ടമാണ്. എന്താണ് നിങ്ങളുടെ തീരുമാനം? പ്രൊസീഡ്. ഞാൻ പ്രൊസീഡ് ചെയ്യുന്നു. കത്തോലിക്ക സഭയിൽ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭകൾ ഏതൊക്കെ? സീറോ മലബാർ സഭ, സീറോ മലങ്കര സഭ, ഉക്രൈൻ സഭ. സീറോ മലബാർ സഭ, സീറോ മലങ്കര സഭ, ഉക്രൈനിയൻ സഭ. ഉത്തരം ശരിയാണ്, ശരിയായ ഉത്തരമാണ്. 50 മാർക്കുകൾ കരസ്ഥമാക്കി ടീം ഗബ്രിയൽ അവരുടെ പോയിന്റ് പട്ടിക ശക്തമാക്കിയിരിക്കുന്നു. 50 പോയിന്റുകൾ അവരുടെ സ്കോർ ഷീറ്റിലേക്ക് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ടീം ഗബ്രിയലിന് അഭിനന്ദനങ്ങൾ. ടീം മിഖായേൽ, നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യും. ചോദ്യം, ആദ്യത്തെ സാമൂഹിക പ്രബോധന ചാക്രിക ലേഖനം ഏത്? പ്രേരും നൊവാരും. ഉത്തരം ശരിയാണ്. 10 പോയിന്റ്. രണ്ടാമത്തെ ചോദ്യം 15 മാർക്കിൻ്റെത്. നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യും? കോൺക്ലേവ് നടക്കുന്നത് എവിടെ? എവിടെ വെച്ചാണ് കോൺക്ലേവ് നടക്കുന്നത്? സിസ്റ്റൈൻ ചാപ്പൽ. സിസ്റ്റൈൻ ചാപ്പലിൽ എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ശരിയാണ്, ശരിയായ ഉത്തരമാണ്. മൂന്നാമത്തെ ചോദ്യം 25 മാർക്കിന്റെ ചോദ്യമാണ്. നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യും? അലക്സാണ്ട്രിയൻ ആരാധനാക്രമ പാരമ്പര്യത്തിൽ ആകെ എത്ര സഭകളുണ്ട്? അവ ഏതൊക്കെ?
ചോദിക്കാം, അലക്സാണ്ട്രിയൻ ആരാധനാക്രമത്തിൽ ആകെ എത്ര സഭകളുണ്ട്? അവ ഏതൊക്കെ? 3 പറഞ്ഞോളൂ. 3 അന്തോക്യൻ സഭ, റോമൻ സഭ, അലക്സാണ്ടർ. സമയം തീർന്നിരിക്കുന്നു. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല. സമയം കടന്നു പോയതിനോടൊപ്പം നിങ്ങളുടെ 25 പോയിന്റുകളും കടന്നു പോയിരിക്കുന്നു. മൈനസ് രൂപത്തിൽ. നിങ്ങൾ പറഞ്ഞ ആദ്യ ഉത്തരം ശരിയാണ്. 3 സഭകളാണ്. എന്നാൽ അവ കാപ്റ്റിക്, എത്യോപ്യൻ ആൻഡ് എറിട്രിയൻ, ഈ 3 സഭകളാണ്. നിങ്ങൾ പറഞ്ഞ ഉത്തരവും തെറ്റ് തന്നെയാണ്. ഈ എപ്പിസോഡ് പൂർണ്ണമാകുമ്പോൾ ഏത് ടീമുകളാണ് മുന്നിൽ വന്നത്, ഏതൊക്കെ ടീമുകളാണ് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നത്, നമുക്കറിയേണ്ടതുണ്ട്. ജോസ്മിയിലെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിക്കുന്നു, നമ്മുടെ മനസ്സിലും വസിക്കുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിരിക്കുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് 179 പോയിന്റുമായി ടീം ഗബ്രിയേൽ. 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് 120 പോയിന്റുമായി ടീം മിഖായേൽ. ടീം റാഫേൽ 37 പോയിന്റുകളാണ് നേടിയിരിക്കുന്നത്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ 2ാം ഘട്ടത്തിലെ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ പൂർണ്ണമാകും. 2 ടീമുകൾ, ടീം ഗബ്രിയേൽ, ടീം മിഖായേൽ, അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രവേശനം സുസാധ്യമാക്കിയിരിക്കുന്നു. ടീം ഗബ്രിയേൽ ഒരുപക്ഷെ ഇവിടെ നടന്ന എപ്പിസോഡുകളിൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റുകൾ തന്നെ നേടിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടീം ഗബ്രിയേലിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ടീം മിഖായേലും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. ടീം റാഫേൽ പശിക്കടവ് ഇടവകയെ പ്രതിനിധീകരിച്ച് മത്സരത്തിൽ പങ്കെടുത്തു. ക്വിസ് മത്സരത്തിൽ ഓരോ ദിവസവും വ്യത്യസ്തമാണ്. ഓരോ ടീമിനും ലഭിക്കുക വ്യത്യസ്തമായ ചോദ്യങ്ങളാണ്. ചിലപ്പോൾ ലളിതമായ ചോദ്യങ്ങൾ കിട്ടുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങളായിരിക്കും കിട്ടുക. ഓരോ ക്വിസ് മത്സരവും വ്യത്യസ്തമാകുന്നു. പക്ഷേ 2ാം ഘട്ടത്തിലേക്ക് ധൈര്യപൂർവ്വം നടന്നെടുക്കുകയും നല്ല പ്രകടനം തന്നെ കാഴ്ചവെക്കുകയും ചെയ്തു റാഫേൽ ടീം. പശിക്കടവ് ഇടവകയ്ക്കും അവരെ പ്രതിനിധീകരിച്ച് ഇവിടെ വന്ന മാതൃസംഘത്തിനെ പ്രതിനിധീകരിച്ച് വന്ന റാഫേൽ ടീമിനെയും അഭിനന്ദിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. ഈ ഷാലോം ടെലിവിഷന്റെയും താമരശ്ശേരി രൂപത മാതൃവേദിയുടെയും ഈ എപ്പിസോഡിന്റെയും പേരിൽ ടീം റാഫേലിനെ എല്ലാ അഭിനന്ദനങ്ങളും പ്രത്യേകമായി അർപ്പിക്കുന്നു. ഷാലോം ടെലിവിഷന്റെ ഒരു ഉപഹാരം ഈ ടീം അംഗങ്ങൾക്ക് ഇപ്പോൾ നൽകുന്നതാണ്. ഉപഹാരം മേടിക്കുവാനായി ടീം അംഗങ്ങൾ മുന്നോട്ടേക്ക് കടന്നു വരിക. ലോകത്തിനു വേണ്ടിയുള്ള നമ്മുടെ നാഥയുടെ കരുണയുടെ സന്ദേശം എന്ന മനോഹരമായൊരു പുസ്തകവും സർട്ടിഫിക്കറ്റുമാണ് സമ്മാനമായി നൽകുന്നത്. വളരെ നല്ല ഒരു പുസ്തകമാണ് നാഥയുടെ കരുണയുടെ സന്ദേശം എന്ന് പറയുവാൻ ഈ പുസ്തകം പരിചയപ്പെടുത്താൻ എനിക്ക് സന്തോഷമുണ്ട്. ഈ പുസ്തകം ഒരു ദിവസം കൊണ്ട് നിങ്ങൾ വായിച്ചു തീർക്കരുത്. അങ്ങനെ വായിച്ചു തീർക്കാനുള്ളൊരു പുസ്തകമല്ല ഇത്. ഓരോ ദിവസവും പ്രാർത്ഥനയോടെ ഈ പുസ്തകം തുറക്കുക. ഈ പുസ്തകത്തിൻ്റെ ഒരു വശത്ത് ഒരു സെൻറ്റൻസ് മാത്രമുള്ള മാതാവിൻ്റെ ഒരു സന്ദേശമുണ്ട്. ഈ സന്ദേശം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഈ ദിവസത്തിന് വേണ്ടി എനിക്ക് വേണ്ടി തന്നെ മാതാവ് കരുതി വെച്ച സന്ദേശമാണ് ഇത് എന്ന്. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇതിപ്പോൾ മാതാവ് എനിക്ക് തന്ന സന്ദേശമാണ് എന്ന്. അതിനുശേഷം തൊട്ടിപ്പുറത്തെ പേജിലുള്ള വിചിന്തനം വായിക്കുക. ഓരോ ദിവസത്തെയും വിചിന്തനവും ആ ദിവസത്തേക്കുള്ള ഒരു ഊർജമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ടീം അംഗങ്ങൾ മുന്നോട്ടേക്ക് കടന്നു വന്ന് സമ്മാനിക്കും. കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയ
വചനം കവിഞ്ഞു പെയ്യും പെരുവേൽ മതേഷ് ബൈബിൾ ക്വിസ്. ദൈവത്തിൻ്റെ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്, ശക്തമാണ്. മനുഷ്യൻ്റെ ഹൃദയത്തിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ആത്മാവിൻ്റെ വിചാരങ്ങളെയും വികാരങ്ങളെയും എല്ലാം വിവേചിച്ചറിയുവാൻ ശക്തിയുള്ളതുമാണ്. ആ ദൈവത്തിൻ്റെ തിരുവചനമാണ് നമ്മളിവിടെ പഠിച്ചത്, നമ്മളിവിടെ പറഞ്ഞത്. നമ്മൾ ആ തിരുവചനത്തിൻ്റെ പേരിൽ ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തത്. താമരശ്ശേരി രൂപത മാതൃവേദിയും ശാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന വചനത്തിൻ്റെ പുതിയ വസന്തമാണിത്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. അതിൻ്റെ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച പുതിയ എപ്പിസോഡിൽ വചനം പങ്കുവയ്ക്കുന്ന ഈ വസന്തത്തിൽ നമുക്കും പങ്കുചേരാം, പങ്കാളികളാകാം, ആഘോഷമാക്കാം. അടുത്ത ആഴ്ച പുതിയ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കേവർക്കും ഗുഡ് ബൈ.